എല്ലാവർക്കും മല്ലുകുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ മലയാള സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ജയ് ഗണേഷ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഉണ്ണിമുകുന്ദൻ നായകനായി വന്ന സിനിമയായിരുന്നു ജയ് ഗണേഷ്. തിയേറ്ററുകളിൽ സിനിമ ഒരു പരാജയമായിരുന്നു. 5 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ പെട്ടെന്ന് തന്നെ ഫ്ലോപ്പായി. ഉണ്ണിമുകുന്ദൻ മഹിമ നമ്പ്യാരായിരുന്നു സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT അവകാശം വിറ്റുപോയിരിക്കുകയാണ്. ജയ് ഗണേഷ് എന്ന സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. മെയ് മാസം 24-ന് മനോരമ മാക്സിലൂടെ ജയ് ഗണേഷ് OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് പവി കെയർടേക്കർ എന്ന സിനിമയെക്കുറിച്ചാണ്. ദിലീപാണ് സിനിമയിൽ നായകനായി വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കോമഡി നിറഞ്ഞ സിനിമയായിരുന്നു പവി കെയർടേക്കർ. സിനിമ തിയേറ്ററുകളിൽ എവറേജ് ആയിരുന്നു. വലിയൊരു ഹിറ്റ് സമ്മാനിക്കാൻ സിനിമയ്ക്ക് സാധിച്ചില്ല. ദിലീപിന്റെ ഒരുവിധം സിനിമകളൊക്കെ തന്നെ ഇപ്പോൾ തിയേറ്ററുകളിൽ പരാജയമായി മാറുകയാണ്. 5 കോടിക്കടുത്ത് മാത്രമേ സിനിമ കളക്ഷൻ നേടിയിട്ടുള്ളൂ. സിനിമ പരാജയമായി മാറി. ഇപ്പോൾ ഇതാ പവി കെയർടേക്കർ എന്ന സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ജൂലൈ മാസത്തിൽ സിനിമ OTT റിലീസ് ചെയ്യും. ഒഫീഷ്യൽ ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ജൂലൈ മാസത്തിലായിരിക്കും റിലീസ് എന്ന അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ചാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ആടുജീവിതം. തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായിരുന്നു ആടുജീവിതം. 150 കോടിക്ക് മുകളിൽ കളക്ഷൻ ആടുജീവിതം നേടിയിട്ടുണ്ട്. ഒരുവിധം എല്ലാ ഭാഷയിലും സിനിമ ഹിറ്റായിരുന്നു. പൃഥ്വിരാജ് മികച്ച അഭിനയമാണ് ആടുജീവിതത്തിൽ കാഴ്ചവെച്ചത്. ഒരു പ്രവാസിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇതാ ആടുജീവിതത്തിന്റെ OTT റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ആടുജീവിതം റെക്കോർഡ് തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ വാങ്ങിയിരിക്കുന്നത്. സിനിമ മെയ് മാസം 26-ാം തീയതി ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുമെന്ന അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കും. ഈ മാസം തന്നെ സിനിമയുടെ റിലീസുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT സിനിമ ഏതാണ്? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.